ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡോൾ ആൽക്കലോ ഡ്രഗ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് വരുന്ന എർഗോട്ട്, റവോൾഫിയ, വിങ്കയൊക്കെ വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ഓക്സിറ്റോക്സിക്സ് ആണ്. അത് ഇൻഡോൾ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ വരുന്നത് പ്ലാന്റ്സ് ആർ എർഗോട്ട്, റവോൾഫിയ, വിങ്ക, ഫൈസോസ്റ്റിഗ്മൻ ആണ്. ഇതിൽ എർഗോട്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എർഗോട്ടിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം അതിൽ നിന്ന് ചോദ്യങ്ങൾ മേ ബി എക്സ്പെക്ട് ചെയ്യാം, അതിന്റെ ഫേസിൽ നിന്നൊക്കെ കുറച്ച് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാണ്. സോ എർഗോട്ടിന്റെ സിനോണിം നോക്കാം. സെന്റ് ആന്റണി ഫയർ. സെന്റ് ആന്റണി ഫയർ എന്ന തീ, അത് എന്താണ്, ഈ കോട്ടൺ പോലെ പുറത്തേക്ക് തള്ളിയിരിക്കുക, തീപ്പൊരി പോലെ ഉണ്ടാവുക. അതുകൊണ്ടാണ് സെന്റ് ആന്റണി ഫയർ എന്ന് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നു. സോ നമുക്ക് ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ബയോളജിക്കൽ സോഴ്സ് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഇത് ഇച്ചിരി വലിപ്പമുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഫെമിലിയർ ആവാത്തൊരു ബയോളജിക്കൽ സോഴ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. എർഗോട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡ്രൈഡ് സ്ക്ലിറോട്ടിയം ഓഫ് എ ഫംഗസ്. ഒരു ഫംഗസിന്റെ ഡ്രൈഡ് സ്ക്ലിറോട്ടിയം ആണ് എർഗോട്ട്. ഏതാണ് സയന്റിഫിക് നെയിം? ക്ലാവിസെപ്സ് പർപ്യൂറെ. സോ ക്ലാവിസെപ്സ് പർപ്യൂറെ എന്ന് പറയുന്ന ഡ്രൈഡ് ഫംഗസിന്റെ സ്ക്ലിറോട്ടിയത്തിൽ നിന്നാണ് എർഗോട്ട് നമുക്ക് കിട്ടുന്നത്. ഫാമിലി ക്ലാവിസിപ്പിറ്റേസിയെ ഓർ ഹൈപ്പോക്രിയേസിയെ. ഓക്കെ അല്ലേ? സോ ഡെവലപ്ഡ് ഇൻ ദ ഓവറി ഓഫ് റൈറ്റ് പ്ലാന്റ്. സോ ഇത് എവിടെ വളരുക? ഒരു റൈറ്റ് പ്ലാന്റിന്റെ ഓവറിക്കകത്താണ് വളരുക. പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താ? സെക്കലെ സിറിയലി. എന്താണ്? സെക്കലി സിറിയലി ആണ്. ഫാമിലി ഗ്രമിയാണ്. സോ ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം, സ്ക്ലിറോട്ടിയം ഓഫ് ദി ഫംഗസ് ക്ലാവിസെപ്സ് പർപ്യൂറെ ഫാമിലി ക്ലാവിസിപ്പിറ്റേസി അല്ലെങ്കിൽ ഹൈപ്പോക്രിയേസി ഡെവലപ്പ് ഇൻ ദ ഓവറി ഓഫ് ദ റൈറ്റ് പ്ലാന്റ് ഓഫ് സെക്കിലി സിറിലി ഫാമിലി ഗ്രമിനിയാണ് കേട്ടോ. സോ സിമ്പിൾ അല്ലേ? ഇനി ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ട് 3 സ്റ്റേജുകളിലായിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് 3 സ്റ്റേജുകളിൽ? ഫസ്റ്റ് സ്റ്റേജ് അസെക്ഷൽ സ്റ്റേജ് ആണ്. എന്താണ്? അസെക്ഷൽ സ്റ്റേജ് ആണ്. അതിനെ നമ്മൾ സെഫസിലി അല്ലെങ്കിൽ ഹണി ഡ്യൂ എന്നൊക്കെ പറയൂ കേട്ടോ. രണ്ടാമത് പറയാൻ പോകുന്ന സെക്ഷൽ സ്റ്റേജ് അല്ലെങ്കിൽ മാക്സിമം എർഗോട്ട് റെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡോർമൻ സ്റ്റേജ് എന്നും പറയും, അല്ലെങ്കിൽ സ്ക്ലിറോട്ടിയം അല്ലെങ്കിൽ അസിജുറിയസ് എന്നും പറയാറുണ്ട്. പിന്നെ മൂന്നാമത്തത് അസ്കോസ്പോ സ്റ്റേജ് ആണ് കേട്ടോ. 3 സ്റ്റേജ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അസെക്ഷൽ, പിന്നെ സെക്ഷൽ ആൻഡ് അസ്കോസ്പോർ ആണ്. ഇല്ലെങ്കിൽ സെഫസിലിയ അല്ലെങ്കിൽ ഹണി ഡ്യൂ എന്ന് പറയാൻ റീസൺ, അവിടെ ഒരു ഹണി ഡ്യൂ പോലത്തെ ഒരു സാധനം ലിക്വിഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ ഹണി ഡ്യൂ എന്ന് പറയാനുള്ള റീസൺ കേട്ടോ. സോ സ്ക്ലിറോട്ടിയം അല്ലെങ്കിൽ അസിജുറിയസ് അല്ലെങ്കിൽ സെക്ഷൽ സ്റ്റേജ് അല്ലെങ്കിൽ മാക്സിമം എർഗോട്ട് റെസ്റ്റിംഗ്, ഡോർമെന്റ് സ്റ്റേജ്, പിന്നെ അസ്കോസ്പോ സ്റ്റേജ് എന്നും പറയാറുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഫോർ നാച്ചുറൽ പ്രൊഡക്ഷൻ ദ റൈറ്റ് പ്ലാന്റ് ഈസ് ദ ഹോസ്റ്റ് ആൻഡ് എർഗോട്ട് ഈസ് എ പാരസൈറ്റ്. അപ്പം നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത് റൈറ്റ് പ്ലാന്റ് ചുമ്മാ ഇരിക്കുക, എർഗോട്ട് നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ റൈറ്റ് പ്ലാന്റിനകത്ത് വേണം വളരേണ്ടത്. അപ്പോൾ സോ ഇവിടെ എർഗോട്ട് ഒരു പാരസൈറ്റ് ആണ്. എമംഗ് ദ വേരിയസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ഫംഗസ് ദ സ്ക്ലിറോട്ടിയം ഓർ ഡോർമൻ stage contain the maximum amount of drug. Ovary of the right plant is infected by ascospores of the fungus. Normally ഈ നമ്മുടെ നോർമലി ഇരിക്കുന്ന ഈ റൈറ്റ് പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വളർന്നതിന് ശേഷം അതിനകത്ത് എർഗോട്ടിന്റെ അളവ് കൂടുകയും ആ എർഗോട്ടിനെയാണ് നമ്മൾ ഡ്രഗ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇനി അസ്കോസ്പോ ജെർമിനേറ്റ് ഇൻ ഫേവറബിൾ കണ്ടീഷൻ ഫോമിംഗ് ഹൈഫൽ സ്ട്രാൻഡ്സ് ഇൻവേർഡിംഗ് ദ വാൾ ഓഫ് ദ ഓവറി ആൻഡ് ഫോമിംഗ് എ വൈറ്റ് മാസ് ഓഫ് ടിഷ്യൂ ഓവർ ദ സർഫസ് ഓഫ് ഓവറി കാൾഡ് മൈസീലിയം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ അസ്കോസ്പോർ ജെർമിനേറ്റ് ആവും. ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഈ അസ്കോസ്പോർ എങ്ങനെ വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഈ പൂമ്പൊടികളൊക്കെ പാറില്ലേ, അതേപോലെ തന്നെ അസ്കോസ്പോർ ഒന്നെങ്കിൽ ഏതെങ്കിലും ആനിമൽ കാരണമാകാം, വിൻഡ് വഴിയാകാം. സോ ഈ അസ്കോസ്പോർ നിന്ന് കാറ്റ് വഴി പറന്നു വരുന്നു എന്ന് വിചാരിച്ചോളൂ. പറന്ന് വന്നിട്ട് ഈ പ്ലാന്റിൽ വന്നിരിക്കുക, റൈറ്റ് പ്ലാന്റിൽ വന്നിരിക്കുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിന് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ അതൊരു ഹൈഫൽ സ്റ്റാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഫൽ സ്റ്റാൻഡ്. അപ്പൊ നമുക്ക് ഇത് റൈറ്റ് പ്ലാന്റ് ആണെന്ന് വെച്ചോ, ഇവിടെ നമ്മുടെ അസ്കോസ്പോർ ഉണ്ട്. അപ്പൊ അസ്കോസ്പോർ കൊള്ളാം, അടിപൊളി കണ്ടീഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഹൈഫൽ സ്റ്റാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻവേർഡിംഗ് ദ വാൾ ഓഫ് ദ ഓവറി, ഇതിന്റെ ഓവറിക്കകത്ത് എന്ത് ചെയ്യുന്നു? ഇൻവേർഡ് ചെയ്യുന്നു, അകത്തേക്ക് പോകുന്നു. ആൻഡ് ഫോമിങ് എ വൈറ്റ് മാസ് ഓഫ് ടിഷ്യൂ, ഒരു വെള്ള കളറ് ടിഷ്യൂ ഫോം ചെയ്യുന്നു. ഓവർ ദ സർഫസ് ഓഫ് ഓവറി കാൾഡ് മൈസീലിയം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈസീലിയം. ഹൈഫെ പ്രൊഡ്യൂസ് ചെയ്തു, ഓവറിയിൽ ചെന്നു, വൈറ്റ് മാസ് ഉണ്ടായി, അതിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. ഇറ്റ് സെക്രീറ്റ് എ വിസ്കസ് ഷുഗറി ഫ്ലൂയിഡ് കോൾഡ് ഹണി ഡ്യൂ. ആ സമയത്ത് അവിടെ എന്തുണ്ടാക്കുന്നു? ഒരു ഷുഗറി ഫ്ലൂയിഡ്, അതിനാണ് ഹണി ഡ്യൂ എന്ന് പറയുക. ഓക്കെ, സോ ഈ ഹണി ഡ്യൂ ഇല്ലേ, ഞാൻ ഇതാണ് പറഞ്ഞത്, ഇതിനെ ഹണി ഡ്യൂ സ്റ്റേജ് എന്നും പറയും.
ആൻഡ് പ്രൊഡ്യൂസസ് അസെക്ഷൽ സ്പോർ കാൾഡ് കൊണിഡോസ്പോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹണി ഡ്യൂ സ്റ്റേജ് അല്ലെങ്കിൽ കൊണിഡോസ്പോർ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന റീസൺ ഇവിടെ ഒരു കൊണിഡോസ്പോർ ഉണ്ടാവുന്ന അസെക്ഷൽ സ്പോറായ കൊണിഡോസ്പോർ ഉണ്ടാവുന്നത് കൊണ്ടാണ്. വിച്ച് ആർ സസ്പെൻഡ് ഇൻ ദ ഷുഗറി ഫ്ലൂയിഡ്. എന്ത് ചെയ്യുന്നു? ഈ കൊണിഡോസ്പോർ എന്ത് ചെയ്യുന്നു? ഹണി ഡ്യൂവിനകത്താണ് ഇരിക്കുന്നത്. ഈ വൈറ്റ് സ്പോട്ട് കാരണം ഉണ്ടായ ഹണി ഡ്യൂവിനകത്താണ് ഈ കൊണിഡോസ്പോർ ഇരിക്കുക. ഡ്യൂ ടു ദ ഷുഗറി ഫ്ലൂയിഡ് ഇൻസെക്ട് ആൻഡ് ആൻസ് ആർ അട്രാക്റ്റഡ് വിച്ച് ഹെൽപ്പ് സ്പ്രെഡ് ദ ഫംഗസ് ടു അതർ പ്ലാന്റ്. സോ ഇങ്ങനെ മധുരം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ള പൂമ്പാറ്റകൾ വരികയും വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ വന്ന് കഴിക്കുകയും അങ്ങനെ മറ്റുള്ള പ്ലാന്റിലേക്ക് പോയി ഇൻഫെക്ട് ചെയ്യുകയാണ് ചെയ്യുക. ദിസ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഈസ് ദ സെക്ഷൽ സ്റ്റേജ്. ഇനി ഈ ഡെവലപ്മെന്റ് സ്റ്റേജ്, അതായത് നമ്മളിങ്ങനെ കൊണ്ടുപോയല്ലോ, ഇനി അടുത്ത് നമ്മൾ സെക്ഷൽ സ്റ്റേജ് പറയാൻ പോവാണ് കേട്ടോ. ഇനിയാണ് സെഫസീലിയ സ്റ്റേജ് പറയാം കേട്ടോ. ഹൈഫൈ ഫർദർ ഇൻവേർഡ് ഇൻ ടു ഡീപ്പർ പാർട്ട് ഓഫ് ദി സ്ലോവിലി റീപ്ലേസ് ദ എൻഡേ ടിഷ്യൂ ഓഫ് ദ ഓവറി ബൈ കോമ്പാക്ട് ടിഷ്യൂ കാൾഡ് സ്യൂഡോപെരർ സ്ക്ലീറോട്ടിയം. ദ റിസൾട്ടിംഗ് സ്റ്റേജ് ഓഫ് ഫംഗസ് കണ്ടെയ്ൻ ദ മാക്സിമം ആൽക്കലോയിഡ്. പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ ഹൈഫൈ എന്ത് ചെയ്യുന്നു? ഫർദർലി ഡീപ്പർ പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? പോവുകയും അങ്ങനെ ഫർദർ ടിഷ്യൂവിനെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ഇൻവേർഡ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ സ്യൂഡോ പെരേർ സ്ക്ലിറോട്ടിയം എന്ന് പറയുന്നു. ഫർദർലി ഇൻവേർഡ് ചെയ്യും, ഓവറിക്കകത്ത് ഇൻവേർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാ പറയാ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ മാക്സിമം ആൽക്കലോയിഡ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, ഉള്ളിലേക്ക് പോയി, ഓവറിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ മാക്സിമം എന്ത് ചെയ്യുന്നു? ആൽക്കലോയിഡ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ സെഫസീലിയ സ്റ്റേജ് എന്ന് പറയാം കേട്ടോ. സോ 2 സ്റ്റേജ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് എർഗോട്ട് പറയാം. സോ എർഗോട്ട് എക്സ്റ്റേണലി ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് ആണ്, ഇന്റേണലി വൈറ്റിഷ് ടു പിങ്കിഷ് വൈറ്റ് ആണ്. ഓക്കെ, സോ ഓർഡർ പറയുവാണെങ്കിൽ ഡിസഗ്രീബിൾ ആൻഡ് ഫെയിൻഡ് ആണ്, അൺപ്ലസന്റ് ആണ് ടേസ്റ്റ്. ഷേപ്പ് സ്ക്ലിറോട്ടിയം ഈസ് ഫ്യൂസിഫോം, എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഫ്യൂസ് ആയിട്ട് ഉണ്ടാവുക. ട്രയാങ്കുലർ ടേപ്പറിംഗ് ഓർ ബോത്ത് എൻഡ്, രണ്ടെങ്കിലും ട്രയാങ്കുലർ ടേപ്പറിംഗ് ആയിട്ടിരിക്കും കേട്ടോ. ഈ എങ്ങനെയാണ് ഈ റീപ്രൊഡക്ഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി, വലിയ കാര്യങ്ങളോട്ടും ചോദിക്കില്ല, ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. മൈക്രോസ്കോപ്പി പറയുവാണെങ്കിൽ സ്ക്ലിറോട്ടിയം ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലാറ്റൻഡ് പോളിഗണൽ സെൽസ്, അതായത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പോളിഗണൽ സെൽസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് പേർപ്പിൾ ടു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടാവുന്നത് കേട്ടോ. ഇന്നർ പാർട്ട് മേഡ് അപ്പ് ഓഫ് സ്യൂഡോ പാരൻ കൈമാറ്റ സെല്ല്, അകം ഉണ്ടാക്കിയിട്ടുള്ളത് സ്യൂഡോ പാരൻ കൈമാറ്റ സെല്ലാണ്, മേഡ് അപ്പ് ഓഫ് സിറ്റിൻ. സോ മൈസീലിയൽ സെൽ പ്രസന്റ് കണ്ടെയ്ൻ ഫിക്സഡ് ഓയിൽ, മൈസീൽ സെൽസ് ഉണ്ട്, അതിൽ ഫിക്സഡ് ഓയിൽ ഉണ്ട്. സ്ക്ലിറോട്ടിയം ഡസ് നോട്ട് കണ്ടെയ്ൻ സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ് ഓർ എനി ടിപ്പിക്കൽ ഓഫ് ലിഗ്നിഫൈഡ് ടിഷ്യൂ. ഇതിനകത്ത് ലിഗ്നിഫൈഡ് ടിഷ്യൂ, കാൽഷ്യം ഓക്സലേറ്റും സ്റ്റാർച്ചോ ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും അങ്ങ് വിട്ടേക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മൈക്രോസ്കോപ്പി ചോദിക്കില്ല, കാരണം നമുക്ക് മൈക്രോസ്കോപ്പി സിലബസിൽ മെൻഷൻഡ് അല്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉള്ളത് അല്ലേ, 0.1 to 0.25% ആണ്. വിച്ച് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് ലൈസർജിനിക് ആസിഡ്. ലൈസർജിനിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. ലൈസർജിനിക് ആസിഡ് ഇസ് പ്രസന്റ് ഇൻ പെപ്റ്റൈഡ് ഡെറിവേറ്റീവ് ഫോം ആൻഡ് ഹെൻസ് ദ ആൽക്കലോയിഡ് ആർ ഓൾസോ കോൾഡ് പെപ്റ്റൈഡ് ആൽക്കലോയിഡ്സ്. സോ ഇതെല്ലാം പെപ്റ്റൈഡ് ഫോം അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഡെറിവേറ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെപ്റ്റൈഡ് ആൽക്കലോയിഡ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ്, ലൈസർജനിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ലൈസർജനിക് ആസിഡ് പെപ്റ്റൈഡ് ഡെറിവേറ്റീവ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനെ പെപ്റ്റൈഡ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നുണ്ട്. ലീവോ ഫോം ഈസ് ദ ആക്റ്റീവ് ഫോം. നമുക്കറിയാം ലീവോ ഫോം, ലീവോ ഡെക്സ്ട്രോ ഒക്കെ അറിയാമല്ലോ അല്ലേ. സോ ലീവോ ഫോം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് എന്നുണ്ടെങ്കിൽ അതാണ് ആക്റ്റീവ് ഫോം കേട്ടോ. എർഗോട്ട് ഓൾസോ കണ്ടെയ്ൻ പിഗ്മെന്റ് എർഗോസ്റ്റിറോൾ ആൻഡ് ഫംഗിസ്റ്റെറോൾ. ഏതൊക്കെയുള്ളത്? എർഗോസ്റ്റിറോളും ഉണ്ട്, ഫംഗിസ്റ്റെറോളും ഉണ്ട്, 2 എണ്ണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? ലൈസർജനിക് ആസിഡ് ഉണ്ട്, എർഗോസ്റ്റെറോൾ ഉണ്ട്, ഫംഗിസ്റ്റെറോൾ ഉണ്ട്. ഇത് ഇത്രയും മാത്രം നോക്കിയാൽ മതിയാവും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്, വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്നാണ്. സോ ആക്റ്റീവും ഇനാക്റ്റീവും ആണ് നമ്മൾ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം, ഇല്ലെങ്കിൽ വിട്ട് കളയുക. കാര്യം എന്താ വെച്ചാൽ എല്ലാം എർഗോയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടാ, ക്രൈ, കോ എന്നാണ് ഉള്ളത്. അതായത് ക്രിസ്റ്റിൻ, ടമീൻ, ക്രിപ്റ്റിൻ, കൊർണൈൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സോ ഈ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൺഫ്യൂസ്ഡ് ആയി പോകും. ചില ആൾക്കാർ തുടക്കം മാത്രം നോക്കി വെക്കും, അവസാനം കുഴപ്പമില്ല, ബാക്കി പ്രശ്നമില്ല, എർഗോ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ എക്സാമിന് ചെല്ലുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചൊക്കെ തരും. സോ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി പോകാം. പറ്റുന്നവർ പഠിക്കുക, ഇല്ലാത്തവർ വിട്ട് കളയുക. നമുക്ക് ലാസ്റ്റ് ആ ഒരു എക്സാമിന് ടൈമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് നമുക്ക് വായിച്ച് പഠിച്ചിട്ട് കയറാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി കെമിക്കൽ ടെസ്റ്റ് ആണ്, വാൻ ഓക്സ് ടെസ്റ്റ് ആണ്, എർഗോട്ട്
പൗഡറും പി മീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ബ്ലൂ കളർ കിട്ടും. എന്ത് കിട്ടും? ബ്ലൂ കളർ. ഇനി എർഗോമെട്രിനും വെള്ളവും കൂടെ ചേർക്കുവാണെങ്കിൽ ബ്ലൂ ഫ്ലൂറസെൻസ് കിട്ടും. ഇനി എർഗോട്ടമൈനും ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ഈഥൈൽ അസറ്റേറ്റും H2SO4 കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഗിവ് എ ബ്ലൂ സൊല്യൂഷൻ വിത്ത് എ റെഡ് ടിഞ്ച് വെൻ ഫർദർ ട്രീറ്റഡ്. അതിൻ്റെ ഈ നമുക്കൊരു ബ്ലൂ, അതായത് എന്താണ്, ഒരു ബ്ലൂ സൊല്യൂഷൻ വന്നിട്ട് ഒരു റെഡ് ടിഞ്ച് കിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതിന് നമ്മൾ ഫർദർലി ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ റെഡ് ടിഞ്ച് എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ആവുകയും ബ്ലൂ കളർ കൂടുതൽ പ്രോമിനൻ്റ് ആവുകയും ചെയ്യുന്നു. അപ്പം നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ബ്ലൂ ആണ് വരുന്നുണ്ടോ? എല്ലാ ടെസ്റ്റിലും വാനോറിക്സിൽ ഫൈനൽ ഔട്ട്പുട്ട് ബ്ലൂ ആണ്, എർഗോമെട്രിനും വാട്ടറും ചെയ്യുമ്പോഴും ബ്ലൂ ആണ്, എർഗോട്ടമൈനും ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ഈഥൈൽ അസറ്റേറ്റും H2SO4 ആകുമ്പോൾ ബ്ലൂ ആവുന്നു, പിന്നെ റെഡ് ടിഞ്ച് കിട്ടുന്നു, ഫെറിക് ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂ പ്രോമിനൻ്റ് ആവുന്നു അല്ലേ. സോ ബ്ലൂ ആണ് ഇവിടെ മെയിൻ എയിം. ഓക്കെ, ഇനി എർഗോട്ട് UV ലൈറ്റിൽ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ റെഡ് കളർ ഫ്ലൂറസെൻസ് കിട്ടും. എന്ത് കിട്ടും? റെഡ് കളർ ഫ്ലൂറസെൻസ് കിട്ടും. ഇനി വെൻ ട്രീറ്റഡ് വിത്ത് ഈഥർ H2SO4 followed by sodium bicarbonate, aqueous layer show a red violet color. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ ഈഥറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, H2SO4 ആഡ് ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ അക്വസ് ലെയർ എന്ത് ചെയ്യുന്നു? റെഡ് വയലറ്റ് കളർ കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് പൗഡേർഡ് എർഗോട്ട് വെൻ ട്രീറ്റഡ് വിത്ത് NaOH സൊല്യൂഷൻ. പൗഡേർഡ് എർഗോട്ടിനെ NaOH സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് ഓർഡർ ഓഫ് ട്രൈമീഥൈലമൈൻ. എന്താണ്? സ്ട്രോങ് ഓർഡർ ഓഫ് ട്രൈമീഥൈലമൈൻ ആണ് കേട്ടോ. സോ ഇത്രയും ടെസ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കണം, പഠിക്കാതെ പോകരുത്, ചോദിക്കും ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി ആണ്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. സോ യൂസ് ഓൾഡ് നമുക്കറിയാം ഓക്സിറ്റോസിക് പർപ്പസ് ആണ്. സോ അത് മാത്രമല്ല പ്രിവെന്റ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് എർഗോമെട്രിൻ. സോ എർഗോമെട്രിൻ നിന്ന് പോസ്റ്റ് പാർട്ടം ഹെമറേജും കൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സിറ്റോക്സിക് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എർഗോട്ടമൈൻ ടാർട്ടാറേറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ സ്പെസിഫിക് അനാൽജസിക് ഇൻ മൈഗ്രെയിൻ. സോ മൈഗ്രെയിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എർഗോട്ടമൈൻ മെഥൈൻ സൾഫോണേറ്റ് ഈസ് യൂസ്ഡ് ബൈ ജെറിയാട്രിക് പേഷ്യൻറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിമെൻഷ്യ. സോ ഡിമെൻഷ്യയ്ക്ക് നമ്മൾ ജെറിയാട്രിക് പേഷ്യൻസിന് എർഗോടോക്സിൻ മീഥൈൻ സൾഫോണേറ്റ് കൊടുക്കാറുണ്ട്. ഇനി ലൈസർജിക് ആസിഡ് ഡൈമീഥൈലമൈൻ, LSD എല്ലാവർക്കും അറിയാമല്ലോ, സൈക്കോ മിമറ്റിക് ആക്ഷൻ ഉള്ള, LSDക്ക് സൈക്കോ മിമറ്റിക് ആക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല, നമുക്ക് മെഡിസിൻ പർപ്പസ് ഇല്ല കേട്ടോ LSDക്ക്, അത് ഓർമ്മ ഉണ്ടാവണം. സോ ബേസിക്കലി ഇത് യൂസ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല, ബട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്ന് ഓക്സിറ്റോസിക് പർപ്പസ് ആണ്, പ്രിവെന്റ് പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ട്. എർഗോട്ടമൈൻ എന്ത് സ്പെസിഫിക് അനാൽജസിക് ഇൻ മൈഗ്രെയിൻ ആണ്. പിന്നെ ജെറിയാട്രിക് പേഷ്യൻസിന് ഡെമെൻഷ്യ ഒക്കെ ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. ആൻഡ് ലൈസർജിക് ആസിഡ് LSD എന്താണ് സൈക്കോ മിമറ്റിക് ആക്ഷനും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ് റൊവോൾഫിയ. സിനോണിം ചൊട്ടാ ചാന്ത് ആൻഡ് സർപ്പഗന്ധ എന്നാണ് പറയാറുള്ളത്. സോ റൊവോൾഫിയ അറിയില്ല, ഡ്രൈഡ് റൂട്ടാണ്, റൈസോം ഓഫ് പ്ലാന്റ് റൊവോൾഫിയ സെർപ്പൻറ്റിന് എല്ലാവർക്കും അറിയാം, ആരും അങ്ങനെ മറന്നു പോകാത്തൊരു പ്ലാന്റ് ആണ്. ഫാമിലി അപ്പോസൈനേസി. ഫാമിലി എന്താണ്? അപ്പോസൈനേസി ആണ്. റൂട്ട് സബ്സിലിണ്ടറിക്കൽ സ്ലൈറ്റ്ലി ടേപ്പറിങ് ആൻഡ് ടോർട്ടസ് ആണ്. സോ താഴേക്ക് ടേപ്പർ ചെയ്താൽ പോകുന്നത്. ടേസ്റ്റ് ബിറ്റർ ആണ്. സോ മൈക്രോസ്കോപ്പി പറയുവാണെങ്കിൽ TS എടുത്ത് നോക്കുവാണെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു? സ്ട്രാറ്റിസ്ഫൈഡ് കോർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. എന്താണ്? എക്സ്റ്റേണലി ബൈ സ്ട്രാറ്റിസ്ഫൈഡ് കോർക്ക് വിത്ത് 2 to 7 ലെയർ ഓഫ് സ്മോൾ സെൽസ്, 2 മുതൽ 7 ലെയർ ഓഫ് സെൽസുകൾ ഉണ്ടായിരിക്കും. അതായത് ഫോളോഡ് ബൈ ഫെലോഡം, അതിനകത്ത് ഫെലോഡം ഉണ്ടായിരിക്കും. ബോത്ത് ബാർക്ക് ആൻഡ് വുഡ് കണ്ടെയ്ൻ അബണ്ടന്റ് സ്റ്റാർച്ച് ഉണ്ട്. ഫ്ലോയം ആൻഡ് സ്റ്റോൺ സെൽസ് ആർ ആബ്സെന്റ്. മറന്നു പോകരുത്, ഫ്ലോയും സ്റ്റോൺ സെൽസും ഇവിടെ ആബ്സെന്റ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞത് തന്നെ സ്ട്രാറ്റിഫൈഡ് കോർക്ക് ഉണ്ട്, 2 മുതൽ 7 ലെയർ ഉള്ളതെന്ന് പറഞ്ഞു. ഫെലോഡം ഉണ്ട്. ആൻഡ് ബോത്ത് ബാർക്ക് ആൻഡ് വുഡ് കണ്ടെയ്ൻ അബണ്ടന്റ് സ്റ്റാർച്ച്, ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട്. ഫ്ലോയം ആൻഡ് സ്റ്റോൺ സെൽസ് ആബ്സെന്റ് ആണ് എന്നുള്ളതാണ്. കെമിക്കൽ കോൺസ്റ്റന്റ് അറൌണ്ട് 30 ആൽക്കലോയിഡ്സ് ഉണ്ട്. എന്നാൽ ചീഫ് കമ്പോണൻസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസി കൊടുക്കുന്ന ആൽക്കലോയിഡാണ് റെസിർപ്പിൻ, അജ്മെനിലിൻ, റൊവോൾഫിൻ, അജ്മാലിസിൻ, സെർപ്പൻറ്റൈൻ, സെർപ്പിൻറ്റീൻ, യുഹിംബിൻ. പിന്നെ റെസിർപ്പിൻ ആൽക്കലോയിഡ് ക്യാൻ ബി കളറിമെട്രിക്കലി ഡിറ്റർമൈൻ. സോ നമ്മളിപ്പോൾ കളറിമെട്രി പോലുള്ള അനലിറ്റിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിർപ്പിൻ ആൽക്കലോയിഡ്സുകളെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു കെമിക്കൽ ടെസ്റ്റ് അല്ല, ഒരു അനലിറ്റിക്കൽ ടെസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് റെസിർപ്പിൻ പറയുക: അജ്മലിൻ, റൊവോൾഫിൻ, അജ്മാലിസിൻ, സെർപ്പൻറ്റൈൻ ആൻഡ് സെർപ്പിൻറ്റിൻ ആൻഡ് യുഹിംബിൻ ആണ്. സോ ഇത് ജസ്റ്റ് ഇത്രയും നോക്കി കെമിക്കൽ കോൺസ്റ്റന്റ് വെക്കുക. ഇനി കെമിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഡ്രഗും സൾഫ്യൂരിക് ആസിഡും കൊടുക്കുവാണെങ്കിൽ റെഡ് കളർ വിത്ത് എലോങ് വിത്ത് മെഡുലർ റേസ്. നമ്മൾ മെഡുലർ റേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ റൂട്ടിന്റെ മെഡുലർ റേസ് നോക്കുമല്ലോ, നോക്കുന്ന സമയത്ത് നമ്മൾ സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റെഡ് കളർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ TS ചെയ്ത ആൾക്കാർക്ക് അറിയാതെ. സോ നെക്സ്റ്റ്
നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് പ്ലസ് വെൽനിൻ ഇൻ അസറ്റിക് ആസിഡ് ഗീവ്സ് വയലറ്റ് റെഡ് കളർ ആൻഡ് ഡ്രഗ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡ് വയലറ്റ് ടു റെഡ് കളർ. സോ ഡ്രഗും സൾഫ്യൂരിക് ആസിഡും ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡും ആണെങ്കിൽ വയലറ്റ് കളർ വന്നിട്ട് പിന്നെ റെഡ് കളറിലേക്ക് മാറിപ്പോവുകയായിരിക്കും ചെയ്യേണ്ടാവുക. സോ കെമിക്കൽ ടെസ്റ്റ് ഇതിലൂടെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. സോ യൂസ് നമുക്കറിയാം ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്, പിന്നെ ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കാറുണ്ട്, പിന്നെ അജ്മലിനാണെങ്കിൽ അരിത്തീമിയക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അജ്മൽ യൂസ് ഇൻ അരിത്തീമിയ. പിന്നെ അജ്മലിസിൻ നമ്മുടെ ഒബ്സ്ട്രക്ഷൻസുകൾ, റിലീഫ് ഒബ്സ്ട്രക്ഷൻസ് ഓഫ് നോർമൽ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ. സോ നമ്മൾ നോർമൽ സെറിബ്രൽ ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് അജ്മലിസിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എടുത്ത് പറയുന്നുണ്ട് അജ്മലിസിന്റെ 2 യൂസുകൾ. അജ്മലിസിൻ അരിത്തീമിയക്ക് ഉപയോഗിക്കാറുണ്ട്, നോർമൽ സെറിബ്രൽ ബ്ലഡ് ഫ്ലോന്റെ ഒബ്സ്ട്രക്ഷനും ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന് 2 യൂസുകൾ പറയുന്നത് ശ്രദ്ധിച്ചോളാം. സോ നെക്സ്റ്റ് ഈസ് ആന്റി ട്യൂമർ ഡ്രഗ് വിങ്കയാണ്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ സിനോണിം കദ്രാൻഡസ് പെരി വിങ്കിൾ എന്നൊക്കെ പറയാറുണ്ട്. ബയോളജി സോഴ്സ് വിങ്ക ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡ്രൈഡ് ഹോൾ പ്ലാന്റ് ഓഫ് പ്ലാന്റ് കദ്രാൻഡസ് റോസീസ്. സോ ഇത് നമ്മൾ വിങ്ക റോസി എന്ന് പറയാറുണ്ട്, ഫാമിലി അപ്പോസൈനേസിയ തന്നെയാണ്. സോ മറന്നു പോകണ്ട, വിങ്കിയും റൊവോൾഫിയും അപ്പോസൈനേസിയാണ്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോവാം, പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കദ്രാൻഡസ് റോസീസ് ആണ് അല്ലെങ്കിൽ വിങ്ക റോസി എന്നും പറയാറുണ്ട്. മൈക്രോസ്കോപ്പി പറയുവാണെങ്കിൽ സ്പോഞ്ചി പാരൻകൈമയാണ്, പിന്നെ ക്യൂർസിഫറസ് സ്റ്റൊമാറ്റോ. ഇത് മറന്നുപോലെ നമ്മൾ TS ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത് ക്യൂർസിഫറസ് സ്റ്റൊമാറ്റോ ഉള്ളത് കേട്ടോ, അല്ലെങ്കിൽ അനിസോസൈറ്റിക് സ്റ്റൊമാറ്റോ. ഇത് മറന്നു പോകരുത്, അനിസോസൈറ്റിക് സ്റ്റൊമാറ്റോ ഈസ് പ്രസന്റ്, വിട്ടു പോകരുത് കേട്ടോ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ ഇൻഡോൾ ആൽക്കലോയിഡ്സ് തന്നെയാണ്. വിൻഗ്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, പിന്നെ ഓങ്കിയോലൈറ്റിക് ആക്ടിവിറ്റി കൊടുക്കുന്നത് വിൻബ്ലാസ്റ്റിനാണ്. ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉണ്ട്, കദ്രാൻഡൈൻ, ഡൈഹൈഡ്രോ ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഉണ്ട്, വിൻഡോലൈൻ. സോ ഇതിൻ്റെ എല്ലാ കെമിക്കൽ കോൺസ്റ്റന്റും തെറ്റാണ്ട് മറക്കാണ്ട് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഗ്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, പിന്നെ വരുന്നത് കദ്രാൻതൈൻ ആൻഡ് വിൻഡോലൈൻ ആണ്. യൂസ് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജന്റ് ആണ്, ക്യാൻസറിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അറസ്റ്റിംഗ് മൈറ്റോസിസ് അറ്റ് ദ മെറ്റാഫേസ്. സോ ഇതിന്റെ ആക്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി നിയോപ്ലാസ്റ്റിക് നമ്മൾ പറഞ്ഞു, ഇതെങ്ങനെയാ വെച്ചാൽ അറസ്റ്റിംഗ് മൈറ്റോസിസ് അറ്റ് ദ മെറ്റാഫേസ്. സോ മെറ്റാഫേസിനവിടെ മൈറ്റോസിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ നമുക്ക് ഫാർമക്കോളജിയിൽ നമുക്ക് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പഠിക്കാനില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്, ഒരിക്കൽ നമ്മുടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഫാർമക്കോളജിയിൽ കൊടുക്കും, ആ സമയത്ത് നമുക്ക് അതിന്റെ മെക്കാനിസം പഠിക്കാം കേട്ടോ. യൂസ് ഇൻ ഹോച്ച്കിൻ ലിംഫോമ. സോ ക്യാൻസറിന് യൂസ് ചെയ്യാറുണ്ട്. അക്യൂട്ട് ലിംഫോട്ടിക് ലുക്കീമിയ ഇൻ ചിൽഡ്രൻ ആൻഡ് പോസസ് ഹൈപ്പോടെൻസീവ് ആൻഡ് ആന്റി ഡയബറ്റിക് ആക്ടിവിറ്റി. ഇതും കൂടെ പഠിക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ഹൈപ്പോടെൻസീവ് ആൻഡ് ആന്റി ഡയബറ്റിക് ഡ്രഗും കൂടെയാണ് ആര്, നമ്മുടെ വിങ്ക എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കി വയ്ക്കാം. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഡ്രഗ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക. അപ്പം നെക്സ്റ്റ് ആണ് ബൈ.